ഹലോ ഗെയ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇന്നേ നാടൻ മാങ്ങ കൊണ്ടേ ഒരു മാമ്പഴ പുളിശ്ശേരിയും ശർക്കര മാങ്ങയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കുറേ മാങ്ങ കിട്ടിയപ്പോഴേ നല്ല നാടൻ മാങ്ങയാണ്, വെറുതെ കഴിക്കാൻ ടേസ്റ്റാണ്. പക്ഷെ കുറേ കിട്ടിയപ്പോൾ ഒക്കെ ചീഞ്ഞു പോകുന്ന ഇരുത്തിയാണ്ടേ മാവിൻ്റെ ചോട്ടിൽ ഇങ്ങനെ നന്നായിട്ട് ഇല പരത്തിയ മാതിരി മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പെറുക്കി കൊടുന്നുകാണ്ടേ ഞങ്ങൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയതാണ്. അതിൻ്റെ വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും. അങ്ങനെ നമുക്ക് മാങ്ങയൊക്കെ പെറുക്കിയെടുക്കാം കേട്ടോ. അല്ലേ, മാവിൻ്റെ ചോട്ടിൽ നിറച്ച് ചാടി കിടക്കണം. ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ, കടിച്ചുങ്ങാണ്ട് തിന്നാൻ. വെറുതെ എത്രയാണ് കഴിച്ചാൽ കുറേ കഴിച്ച് ബാക്കിയില്ലേറ്റ് ഞങ്ങൾ ശർക്കര മാങ്ങയും മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കിട്ടോ. വലിയ മാവാണ്, പണ്ടത്തെ മാവാണ്. കണ്ണിമാങ്ങ അച്ചാറിടാം, ചെറുപ്പത്തിലൊക്കെ ആണെങ്കിലേ ഇപ്പം മാങ്ങ ഇടാൻ പറ്റും. അങ്ങനെ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞങ്ങാണ്ടേ കുറച്ച് മാങ്ങ എടുത്ത് ഒരു ചട്ടിയിലിട്ട് കൊടുത്തിട്ടേ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കട്ടോ. ഉപ്പ് ഇട്ടുങ്ങാണ്ട് മാമ്പഴ പുളിശ്ശേരിൻ്റെ ടേസ്റ്റ് ഞാൻ ആർക്കും പറഞ്ഞു തരണ്ടല്ലോ, നല്ലൊരു ടേസ്റ്റ് അല്ലേ. കുറച്ച് തൈരും വേണം കേട്ടോ ഇതിക്ക്. പിന്നെ ഉള്ളിയും ജീരകവും തേങ്ങയും അരച്ച് പാരണം, അതാണ് അതിൻ്റെ കൂട്ട്. അങ്ങനെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടേ ഈ മാങ്ങ വേകാല്ല വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. ഇത് നന്നായി വെന്ത് വരുമ്പോൾ നമുക്ക് അതിക്ക് ബാക്കിയുള്ള ചേരുവകളും കൂടി ചേർത്ത് കൊടുക്കണം. അങ്ങനെ മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. വീഡിയോയിലേക്ക് പോയാലോ. ഒരു ശർക്കര ഇട്ട് കൊടുക്കണം. മാങ്ങ നല്ല മധുരം ഉണ്ടാവുകൊണ്ട് ഒരു ശർക്കര ഇട്ടോളൂ. മധുരമില്ലാത്ത മാങ്ങയാണെങ്കിൽ നിങ്ങൾ 2 ശർക്കര ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ആ ശർക്കരയും തന്നെ അതിൽ കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് വേകട്ടെ കേട്ടോ. നല്ല ശർക്കര ആയതുകൊണ്ട് കല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കല്ലില്ല ശർക്കരയാണ് നിങ്ങളൊന്ന് നല്ലോണം ഒന്ന് അരിച്ചെടുക്കണം. ആദ്യം ശർക്കരയൊക്കെ ഒന്ന് ഒരുക്കിയിട്ടേ നമുക്ക് അതിക്കില്ല തേങ്ങ, പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി കേട്ടോ. ഇതൊക്കെ കൂടെ നമുക്ക് ഞാൻ അപ്പോൾ ഇതിലൊരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് എരിവില്ലാത്ത പച്ചമുളക് ആവുന്നുണ്ട് കേട്ടോ. എരിവില്ല പച്ചമുളകാണെങ്കിൽ നിങ്ങൾ 4 എടുത്താൽ മതി. ഇതൊക്കെ കൂടെ ഈ തേങ്ങയിലേ കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കണം. അത് കൂടി ഇട്ടിട്ട് നമുക്ക് തേങ്ങ നന്നായി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. തേങ്ങയൊക്കെ ഒഴിച്ച് തൈരൊക്കെ പാകത്തിന് തൈരും ഒഴിച്ചിട്ടേ നല്ലോണം തിളച്ചിട്ട് നമുക്കൊന്ന് കടുക് കേട്ടോ. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടിട്ട് പറ്റൽമുളക് ഇടുക, വേപ്പിൻ്റെ ഇട്ടിട്ട് ഒന്ന് കടുക് ഒഴിച്ചാട്ടോ. വളരെ സ്വാദിഷ്ടമായ നമ്മളെ മാമ്പഴ പുളിശ്ശേരി റെഡിയായി വരുന്നുണ്ട്. വീഡിയോസ് കുറച്ച് വേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ചട്ടിക്ക് ഒഴിച്ചേക്കാം കേട്ടോ. മൺചട്ടിയിൽ വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം മൺചട്ടിയിൽ ഇത് കൊള്ളാത്തതുകൊണ്ട് ഞാൻ വേറെ ചട്ടിയിലാണ് വെച്ചത്. ഇത് മൺചട്ടിക്ക് മാറ്റാം കടുക് കണ്ട്. അങ്ങനെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മളെ
വീഡിയോ കണ്ടിട്ടേ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു സപ്പോർട്ടൊക്കെ തരുന്നുണ്ട്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകൊണ്ടു. എല്ലാ കൂട്ടുകാർക്കും സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ. നന്ദി, നമസ്കാരം, താങ്ക് യു. നമ്മൾ ശർക്കര മാങ്ങ ഉണ്ടാക്കിയ കൂടിയും കാണിക്കണം കേട്ടോ ഇതിൽ. അതിൻ്റെ വീഡിയോ ഞാൻ വിശദമായിട്ടിടാം. എന്നാൽ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഗേസ് ശർക്കരമാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ വിശദമായിട്ടിടാം. ഇത് ഉണ്ടാക്കിയാൽ നമുക്ക് ഫ്രിഡ്ജിൽ എത്ര കാലമാണെങ്കിലും സൂക്ഷിക്കാം കേട്ടോ. കുറേ മാങ്ങയൊക്കെ വീട്ടിലുണ്ടെങ്കിലേ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി വെച്ചോളി. മാങ്ങയൊന്നും കേടാവില്ല, കഴിക്കാനും നല്ല ടേസ്റ്റൊക്കെ. ഇത് വെറുതെ കഴിക്കാൻ രസമാണ്, നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. എല്ലാ കൂട്ടുകാരിലേക്കും അയച്ചു കൊടുത്തിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ടാക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.